ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ആവർത്തിച്ചുള്ള തീരുമാനത്തിൻ്റെ പിന്നിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ധാരണ പുറത്താണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപണമുന്നയിക്കുകയാണ്. കാരണം ഇന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് അസന്നിഗ്ധമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. CPMന് ഇത്തരമൊരു തീരുമാനമെടുക്കാനുള്ള ധൈര്യം ലഭിച്ചത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുണ്ടാക്കിയ രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ഇക്കാര്യത്തിൽ LDFും UDFും പ്രത്യേകിച്ച് CPMും കോൺഗ്രസും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടായിട്ടുണ്ട്. കാരണം മുകേഷ് MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ അതേസമയം UDFിൻ്റെ കോൺഗ്രസിൻ്റെ 2 MLAമാരും തൽസ്ഥാനം രാജിവെക്കേണ്ടതായിട്ട് വരും. കാരണം മുകേഷ് MLAക്ക് എതിരെ ഏത് രീതിയിൽ ആരോപണമാണോ ഉയർന്നു വന്നിട്ടുള്ളത്, ഏത് കുറ്റകൃത്യമാണോ മുകേഷ് MLAയുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അതെല്ലാം തന്നെ UDFിൻ്റെ കോൺഗ്രസിൻ്റെ 2 MLAമാർക്കും ബാധകമാണ്. അതുകൊണ്ട് മുകേഷ് MLA സ്ഥാനം രാജിവെച്ചാൽ കോൺഗ്രസിന് 2 MLAമാർക്ക് തൽസ്ഥാനത്ത് തുടരാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഇത്തരമൊരു ധാരണയിലെത്തിയിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് ചില രഹസ്യ ചർച്ചകൾ ഇവർ രണ്ടുപേരും തമ്മിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ദേശീയ തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള IND സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളാണ് CPMും കോൺഗ്രസും. അതിൽ 2 നേതാക്കന്മാരാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തീരുമാനത്തിൻ്റെ പിന്നിൽ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശമുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും UDFും ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെയും രാഷ്ട്രീയ ബോധത്തെയും മുഖ്യമന്ത്രിയും CPMും LDFും വെല്ലുവിളിക്കുകയാണ്. ഈ 2 മുന്നണികളെയും 2 പാർട്ടികളെയും മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ഇന്നലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA നിലമ്പൂർ MLA PV അൻവർ പോലീസിനെതിരായിട്ട്, കേരളത്തിലെ പോലീസിനെതിരായിട്ട് വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. പോലീസിലെ ഏറ്റവും ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തൊട്ട് പല ജില്ലാ പോലീസ് മേധാവികൾക്കുമെതിരായിട്ട് CPMൻ്റെ MLA ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ഈ ആരോപണം പുറത്തു വന്നതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കേരളത്തിലെ പോലീസ് അധോലോക സംഘമായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ്. കേരളത്തിലെ പോലീസ് ഒരു മാഫിയാവൽക്കരിക്കപ്പെട്ട ഒരവസരം മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഒരു CPM MLA തന്നെയാണ് ഈ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണമുണ്ട്. അതേപോലെ തന്നെ മോഷണവുമായി ബന്ധപ്പെട്ട ആരോപണമുണ്ട്. മാസപ്പടി വാങ്ങിയതായിട്ടുള്ള ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. നമ്മുടെ പോലീസ് സേനയിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് എത്രമാത്രം അധപ്പതിച്ചു, ജീർണിച്ചു, അപജയം സംഭവിച്ചു എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഈ PV അൻവറിൻ്റെ പരസ്യമായ ആരോപണത്തിലൂടെ ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഇതിന് കാരണം ഈ പോലീസിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും അവർ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം പോലീസ് ഒരു വിഭാഗത്തെ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ പോലീസ് വകുപ്പിനെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും ദുരുപയോഗം ചെയ്യുന്നു. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പാർട്ടി ഫ്രാക്ഷൻ എന്ന നിലയിലേക്ക് അവരെ ചുരുക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള പണം അനധികൃതമായിട്ട് പിരിക്കുന്നതും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയിലാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ പോലീസിനെ മാഫിയവൽക്കരിച്ചിട്ടുള്ളത്. കേരളത്തിലെ പോലീസ് ഒരു അധോലോക സംഘമായി അധപ്പതിപ്പിച്ചതിൻ്റെ പിന്നിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്, CPM നേതൃത്വത്തിന് പങ്കുണ്ട് എന്ന് BJP ആരോപിക്കുകയാണ്. പക്ഷെ ഇത് പറയുമ്പോൾ ഒരു കാര്യവും കൂടി സൂചിപ്പിക്കുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് നിലമ്പൂരിലെ മാർക്സിസ്റ്റ് MLA ആണ്. ഇതുവരെ പോലീസിനെ നിയന്ത്രിച്ചിരുന്ന ഒരാളാണ് ഈ MLA. അതായത് മുഴുവൻ അനധികൃതമായ പ്രവർത്തനങ്ങൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതിൽ നിന്നും പ്രതികളെ രക്ഷപ്പെടുത്താനൊക്കെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ച ആളാണ് നമ്മുടെ നിലമ്പൂരിലെ MLA എന്നാണ് ആരോപണം പൊതുവെ. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ചിലതൊന്നും നടക്കുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഇത് പുതിയ ആരോപണവുമായി രംഗത്ത് വന്നത്. അതുകൊണ്ട് PV അൻവറിൻ്റെ ഈ ആരോപണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്, സംഘട്ടനമാണ്. നമ്മുടെ നഗരങ്ങളിൽ ഗുണ്ടാ സംഘങ്ങൾ പരസ്യമായി ഏറ്റുമുട്ടാറുണ്ട്. എങ്ങനെയാണോ നമ്മുടെ നഗരങ്ങളിലൊക്കെ ഗുണ്ടാ സംഘങ്ങൾ പരസ്യമായി ഏറ്റുമുട്ടുന്നത്, അതുപോലെയാണ് ഇപ്പോഴേ പോലീസിനകത്തുള്ള മാഫിയ സംഘങ്ങൾ പരസ്യമായി ഏറ്റുമുട്ടുകയാണ്. ഒരു പോലീസ് സൂപ്രണ്ട് തന്നെയാണ് ADGPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. മറ്റു ചില പോലീസ് സൂപ്രണ്ടുമാർക്കെതിരെ, ജില്ലാ പോലീസ് മേധാവികൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഈ പോലീസ് മേധാവിക്കെതിരായിട്ട് മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് മേധാവിക്കെതിരെ മോഷണം നടത്തി എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, ഇപ്പോഴും കാണുന്ന ഈ തർക്കം പോലീസിനകത്ത് രൂപം കൊണ്ട മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. ഈ രണ്ട് വിഭാഗങ്ങളും, ഈ പോലീസിനകത്തുള്ള അല്ലെങ്കിൽ പോലീസിനകത്ത് രൂപപ്പെട്ട മാഫിയ സംഘങ്ങൾ, രണ്ട് മാഫിയ സംഘങ്ങൾ, അവർ രണ്ടുപേരും മുഖ്യമന്ത്രിയുടെ ആശ്രിത വത്സന്മാരാണ്, മുഖ്യമന്ത്രിയുടെ അനുചരന്മാരാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിനെതിരായിട്ട് എന്തെങ്കിലും നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നതിനപ്പുറത്ത് ഈ രണ്ട് മാഫിയ സംഘങ്ങളെ യോജിപ്പിക്കാനുള്ള ചില മധ്യസ്ഥ ചർച്ചകൾ അണിയറയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ മാഫിയ സംഘങ്ങളെ ഒരുമിപ്പിക്കാൻ ചില മധ്യസ്ഥന്മാരും മധ്യസ്ഥ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഞാൻ പോലീസ് സേനയെ മുഴുവൻ അടിച്ചാക്ഷേപിക്കുന്നില്ല. ധാരാളം കഴിവുള്ള ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ പോലീസ് സേനയിലുണ്ട്. നമ്മുടെ പോലീസ് സേനയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പോലീസ് സേനയെ മാഫിയവൽക്കരിച്ച മാർക്സിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുമാണ് ഇന്നത്തെ ഈ അധപ്പതനത്തിനും പോലീസ് അധോലോക സംഘമായി അധപ്പതിച്ചതിൻ്റെയും പ്രധാന ഉത്തരവാദികൾ എന്ന് ഞങ്ങൾ ആരോപിക്കുന്നു. സത്യത്തിൽ കേരളത്തിലെ പോലീസിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ച് മറ്റൊരു ഏജൻസി അന്വേഷണം നടത്തണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ്. ഒന്ന്, ഈ LDFൻ്റെ കൺവീനർ സ്ഥാനത്ത് ആര് തുടരണം, ആരാവണം LDFൻ്റെ കൺവീനർ എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും LDFൻ്റെയും ആഭ്യന്തര പ്രശ്നമാണ്. CPM-ഉം LDF-ആണ് തീരുമാനിക്കേണ്ടത്.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനർ ആരാണെന്ന്. അവരുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്. പക്ഷേ EP ജയരാജനെ ഈ LDF കൺവീനർ സ്ഥാനത്ത് നീക്കം ചെയ്യപ്പെട്ടതിനെക്കുറിച്ച് പല രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പം ജയരാജൻ ഇപ്പോഴും CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ജയരാജൻ ഇതിനെക്കുറിച്ച് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. പക്ഷേ ചില വാർത്തകൾ വരുന്നത് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP നേതാവിനെ കണ്ടതുകൊണ്ടോ ചർച്ച നടത്തിയതുകൊണ്ടോ ആണ് ഇപ്പോഴീ നടപടിയെടുത്തത് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രി അടക്കം പാർട്ടിയുടെ നേതാക്കന്മാർ പരസ്പരം കാണുന്നതിൽ ചർച്ച നടത്തൽ യാതൊരു തെറ്റില്ല എന്ന് പറഞ്ഞത് സ്വാഭാവികമാണ്. BJP നേതാക്കന്മാർ മറ്റു പല നേതാക്കന്മാരുമായി ചർച്ച നടത്തും. മറ്റു പാർട്ടികളുടെ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെതായാലും CPMൻ്റെതായാലും BJP നേതാക്കന്മാരെ കാണുന്നത്, പരസ്പരം രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ കാണുന്നത്, ചർച്ച നടത്തുന്നത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുമോ? ഇതിനെ ന്യായീകരിച്ചതാണ് മുഖ്യമന്ത്രി. പക്ഷേ ഇപ്പം നടപടിയിലേക്ക് വന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ചില സ്വേച്ഛാധിപത്യ നിലപാടാണെന്ന രീതിയിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് EP ജയരാജൻ തന്നെയാണ് മറുപടി പറയേണ്ടത്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നത്, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ ഭരണത്തെക്കുറിച്ച്, മുഖ്യമന്ത്രിയെക്കുറിച്ച്, നേതൃത്വത്തെക്കുറിച്ച് സാധാരണ പാർട്ടിക്കാർക്കിടയിലും ഉയർന്ന നേതാക്കൾക്കിടയിലും അതിശക്തമായ അമർഷവും പ്രതിഷേധവും ഉയർന്നു വന്നിട്ടുണ്ട്. പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധമുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടക്കൊത്തളങ്ങളിൽ BJPക്ക് വോട്ടുകൾ വർദ്ധിക്കാൻ കാരണം. മുഖ്യമന്ത്രിയുടെ സ്വന്തം ബൂത്ത് പിണറായി പഞ്ചായത്തിലെ ധർമ്മടം മണ്ഡലത്തിലെ 161 നമ്പർ ബൂത്തിൽ BJPക്ക് 100 വോട്ട് കൂടിയപ്പോൾ LDFന് 100 വോട്ട് കുറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടിട്ടുള്ള പിണറായിയിലെ പാറപ്പുറത്ത് ബൂത്ത് നമ്പർ 162 അവിടെ CPMന് 100 വോട്ട് കുറഞ്ഞപ്പോൾ BJPക്ക് 100 വോട്ട് വർദ്ധിച്ചു. ആലപ്പുഴയിലെ 12 പഞ്ചായത്ത് CPM മൃഗീയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയാണ് 1-ാം സ്ഥാനം. പുന്നപ്രയിൽ BJP 1-ാം സ്ഥാനത്തും CPM 3-ാം സ്ഥാനത്തുമാണ്. ഞാൻ സൂചിപ്പിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ നേതൃത്വത്തോട്, മുഖ്യമന്ത്രിയോട്, ഭരണത്തോട് സാധാരണ CPM പ്രവർത്തകന്മാർക്ക് അമർഷമുണ്ട്, പ്രതിഷേധമുണ്ട്, നേതാക്കന്മാർക്കുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്നുള്ള ആരോപണങ്ങളും ഉയർന്ന് വന്നിട്ടുണ്ട്. പിന്നെ സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ ചില നിലപാടുകളാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ടുള്ള വിയോജിപ്പോ വിരോധമോ ഒക്കെയാണ് ഈ പുറത്താക്കലിന് പിന്നിലുള്ളത് എന്ന ആരോപണം ഉയർന്നു വരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല ഭരണപക്ഷത്തിൻ്റെ ഔദ്യോഗിക വക്താവുക എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവല്ല, ഭരണപക്ഷത്തിൻ്റെ ഔദ്യോഗിക വക്താവാണ്. അപ്പം ഈ ജയരാജനെ പുറത്താക്കലിലും ഇടതുമുന്നണി കൺവീനർ സ്ഥാനം പുറത്താക്കുന്നതിലൂടെ മുഖ്യമന്ത്രിക്കുണ്ടാകാവുന്ന ഈ ആഘാതം, രാഷ്ട്രീയ ആഘാതം തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് BJPക്കെതിരെ ഉയർത്തുന്ന ആരോപണത്തിലൂടെ പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്. ഇത് IND സഖ്യത്തിലെ ഘടകകക്ഷി നേതാക്കളായിട്ടുള്ള പ്രതിപക്ഷ നേതാവും ഈ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. മുകേഷിൻ്റെ പ്രശ്നത്തിൽ ഞാൻ ഉന്നയിച്ച ആരോപണം ഇവിടെയും നിലനിൽക്കുകയാണ്.